പക്ഷേ ഭയങ്കര റൊമാൻറ്റിക്കാണെന്ന് തോന്നുന്നല്ലേ? അല്ല, ഈ മുല്ലപ്പൂ മുളപ്പിച്ചുകൊണ്ടിരിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ഈ മുല്ലപ്പൂവിന് വല്ലാത്ത വശ്യമായ ഗന്ധമാണല്ലേ. ഓ, ഇത് പിന്നെ പുതിയതായിട്ട് കണ്ടുപിടിച്ചതുമല്ല. മുല്ലപ്പൂവിന് പിന്നെ ഗന്ധമില്ലാതെ വേറെന്താ? മുല്ലപ്പൂവിന് വല്ലാത്തൊരു ഗന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിന്റെ ഗന്ധം. പിന്നെ എന്റെ ഗന്ധം. ഉം. ഞാനിതൊന്ന് നിന്റെ മുടിയിൽ വെച്ചേട്ടെ. സത്യം പറഞ്ഞാൽ മുല്ലപ്പൂവിനേക്കാളും ഗന്ധമുണ്ട് നിന്റെ ഈ വിയർപ്പിന്. ഒന്ന് പോ മനുഷ്യൻ, ചിരിപ്പിക്കാൻ. ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യമാണ്. സത്യം പറഞ്ഞ് സമയവും പോയി. സമയം പൊക്കോട്ടെ, അതിനെന്താ? നിന്നോടൊപ്പം എത്ര സമയം ചിലവഴിക്കാലും എനിക്ക് മടുക്കില്ല. നിങ്ങൾക്ക് മടുക്കില്ലായിരിക്കും, പക്ഷെ എനിക്ക് മടുക്കും. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണികളുണ്ട്. നമുക്കുണ്ട് വീടും പണിയൊക്കെ. അയ്യോ മാഷെ, പിണങ്ങല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതാണേ. മാഷെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇങ്ങനെ 2-3 ദിവസമൊക്കെ മാറി നിന്നാല് വീട്ടില് ഭാര്യയ്ക്ക് സംശയമൊന്നും ഉണ്ടാവില്ലേ? തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ജീവിതമായിപ്പോയി ഞാൻ അവളും തമ്മില്. എനിക്ക് ചേർന്നൊരു ഭാര്യയല്ല. രാവിലെ എണീറ്റ് ഉണർന്നിടണം, വീട്ടുജോലിയും അടുക്കള ജോലിയും കുട്ടികളുടെ കാര്യവും, ആട് മാട് പശു. അവളുടെ വിയർപ്പിന് വല്ലാത്തൊരു ദുർഗന്ധമാണ്. രാത്രി കുളിച്ച് വൃത്തിയായിട്ടായിരിക്കും ബെഡ്റൂമിലേക്ക് വരുന്നത്, എന്നാലും ആ ദുർഗന്ധം അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. എനിക്ക് പക്ഷേ നിന്റെ വിയർപ്പിന് വല്ലാത്തൊരു ഗന്ധമുണ്ട്. ആരെയും ആകർഷിക്കാനുള്ള എന്തോ മാന്ത്രിക ശക്തിയുണ്ട് അതിന്. എന്റെ പൊന്നു മാഷെ, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതിന്റെ പെർഫ്യൂമിന്റെയും ബോഡി ലോഷന്റെ ഒക്കെ മണമാണ്. നല്ല അസൽ ബ്രാൻഡഡ് സാധനത്തിന്റെ ഒക്കെ. ഞങ്ങളൊരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? ഇതേ സാധനം മാഷിന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു നോക്ക്, ഇതേ മണം കിട്ടും, നല്ല അസൽ മണം കിട്ടും. എനിക്ക് തോന്നില്ല, നീ എന്തൊക്കെ ബ്രാൻഡഡ് സാധനം അടിച്ചാലും അവളുടെ ആ ദുർഗന്ധത്തിന് മാറ്റം ഉണ്ടാവുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനി ചിലപ്പോൾ മാറ്റം ഉണ്ടാവും ആ പെർഫ്യൂമിന്. അവളുടെ സ്മെല്ല് ചിലപ്പോൾ ആ പെർഫ്യൂമിന് കിട്ടിയേക്കാം, പക്ഷേ അവളുടെ സ്മെല്ലിന് മാറ്റം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മാഷേ, ഞാൻ ഈ പെർഫ്യൂം ഒരു ദിവസം അടിക്കാതെ വന്നാൽ എൻ്റെ വിയർപ്പിന് എന്ത് മണമാണെന്ന് മാഷിനറിയാമോ? എന്ത് സ്മെല്ല്? നല്ല സ്മെല്ലായിരിക്കും. സ്മെല്ലായിരിക്കും, നല്ല മലത്തിൻ്റെ സ്മെല്ല്, നല്ല പച്ചത്തീട്ടത്തിൻ്റെ സ്മെല്ല്. മാഷിനൊരു കാര്യം അറിയോ? ഞാനിത് ആരുടെടുത്തും പറഞ്ഞിട്ടില്ല, പക്ഷേ മാഷിനോട് ഇതെനിക്ക് പറയണം. 20-21 വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി രണ്ട് ഭാഗത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ. പക്ഷേ എങ്കിലും നല്ലൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അദ്ദേഹം എന്നെ പൊന്നുപോലെയാണ് നോക്കിയത്. എന്താണെന്നറിയില്ല,
ആരുടെ കണ്ണോ ആരുടെ ശാപമോ എന്നൊന്നും അറിയില്ല. ദൈവത്തിന് പോലും ഞങ്ങളുടെ ജീവിതം കണ്ട് അസൂയ തോന്നിക്കാണും. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. 2-3 ദിവസം ആശുപത്രി കിടന്നു. എനിക്കൊന്നും ഉണ്ടായില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നുപോയി. കുറേ മരുന്നുകളെല്ലാം ചെയ്തു നോക്കി, ഒരു ഫലവും ഉണ്ടായില്ല. ഞങ്ങൾ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായില്ല. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വ്രണങ്ങൾ വരാൻ തുടങ്ങി. അതിൽ നിന്ന് പുഴുവരിക്കാൻ തുടങ്ങി. ആ പുഴുവരിക്കുന്ന ശരീരം ചികിത്സിക്കാനായിട്ട് ഞാൻ എൻ്റെ ശരീരം വിൽക്കാനായിട്ട് തുടങ്ങി. അതിലെനിക്ക് സങ്കടമില്ല, കാരണം പുഴുവരിച്ചൊരു ശരീരത്തെ സംരക്ഷിക്കാൻ, എന്നോ പുഴുവരിക്കാൻ പോകുന്ന ശരീരത്തെ ഞാൻ വിൽക്കുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ മാഷിനോട് പറഞ്ഞില്ലേ എൻ്റെ വിയർപ്പിന് ഒരു തീട്ടത്തിൻ്റെ ഗന്ധമാണെന്ന്. അതെന്താണെന്ന് മാഷിനറിയോ? അദ്ദേഹം പാടെ കിടപ്പില്ല. കൊച്ചു കുട്ടികളെ പോലെ ചിലപ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാര്യം സാധിക്കും. എന്നിട്ട് കൊച്ചു കുട്ടികളെ പോലെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിയാണ്. ഞാൻ പോയി വൃത്തിയാക്കും, പിന്നെയും വന്നിരുന്ന് കഴിക്കും. അതൊരു ത്യാഗമല്ല മാഷെ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എനിക്കിപ്പം ആ ഗന്ധമില്ലാതെ പറ്റില്ല മാഷെ. ഞാൻ എങ്ങനെ ഇപ്പം മാഷിനെ പറഞ്ഞ് മനസ്സിലാക്കുക? മാഷിനെ ഒരു മാതൃക ഗന്ധത്തിൻ്റെ കാര്യം